എല്ലാവരും നല്ലവരാണ് അല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 10ാമത്തെ ലെസൺ കഴിഞ്ഞു. അതിലെ വർക്കുകളൊക്കെ എഴുതി അയച്ചു തന്നു അല്ലെ? നിങ്ങൾ കുറച്ചു പേര് എഴുതി തന്നിട്ടുണ്ട്, കുറച്ചു പേര് എഴുതാനുണ്ട് ഇനി. നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 39 അല്ലേ? ഭാരതീയ അന്തരീക്ഷ യാത്രി. ഭാരതീയ അന്തരീക്ഷ യാത്രി. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണേ എല്ലാവരും. ഭാരതീയ അന്തരീക്ഷ യാത്രി രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആരാണ് രാകേഷ് ശർമ്മ അറിയോ? രാകേഷ് ശർമ്മ ആരാണ്? കേട്ടിട്ടുണ്ടോ രാകേഷ് ശർമ്മനെ കുറിച്ച്? അൻമരിയ, രാകേഷ് ശർമ്മനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഇല്ലേ? രാകേഷ് ശർമ്മയെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഭാരതീയ ഇന്ത്യനാണ് ആര്? കേട്ടോ, രാകേഷ് ശർമ്മയെ കുറിച്ച് അറിയില്ല എന്ന് പറയല്ലേ. രാകേഷ് ശർമ്മ എന്ന് വെച്ചാൽ ആരാണ്? ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയനാണ്. ആദ്യത്തെ ഇന്ത്യൻ, അതായത് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ യുവാവാണ് ആര്? രാകേഷ് ശർമ്മ. അത്രയെങ്കിലും ഓർമ്മിച്ച് വെക്കണേ. അൻമരി റെഡിയല്ലേ മോളെ? കേൾക്കുന്നില്ലേ? ഓക്കെ. ദിയ, ഫെയ്ത്ത് എവിടെ പോയി? ആ ഓക്കെ, ഫെയ്ത്ത് വരുന്നുണ്ടല്ലോ. ഫെയ്ത്തിന് ബസ് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഫെയ്ത്ത് ബസ് ഒന്നും കിട്ടിയില്ലടാ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിട്ട്. എന്താ ലേറ്റ് ആയേ? ഫെയ്ത്തേ, മിസ് പറഞ്ഞ കേൾക്കുന്നില്ലേ? എന്താ ലേറ്റ് ആയത്? സെക്ഷൻ നോട്ടിൽ എടുത്തു നോക്കുമ്പോ സമയം വേണ്ടല്ലേ? ഓക്കെ, പേജ് നമ്പർ 39 എടുത്തേ മക്കളെ. പേജ് നമ്പർ 39, നെക്സ്റ്റ് ലെസൺ ഭാരതീയ അന്തരീക്ഷ യാത്രി. മിസ് 11ാമത്തെ ലെസൺ ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നോട്ടും 10ാമത്തെ ലെസൺ വരെ ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കണം. കേട്ടല്ലോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും ലെസൺ വിട്ടുപോയിട്ട് മിസ്സിനെ ഒന്ന് അറിയിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് രാകേഷ് ശർമ്മനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ രാകേഷ് ശർമ്മ ആരാന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ മിസ് പറഞ്ഞത്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ പ്രഥമ ഭാരതീയനാണ് രാകേഷ് ശർമ്മ. അത്രയെങ്കിലും ഓർമ്മിച്ചു വെക്കുക. കേട്ടല്ലോ? ബാക്കി മിസ് വായിക്കുന്നുണ്ട്. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളുണ്ട്. അവിടെ മക്കൾ കൃത്യമായി ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഭാരതീയ അന്തരീക്ഷ യാത്രി രാകേഷ് ശർമ്മ. भारत रूस की मिलीजुली अंतरिक्ष उड़ान के लिए चुने गए श्री राकेश शर्मा का जन्म 13 जनवरी 1900 ബാക്കി പറയോ? പറഞ്ഞ 1949 ഉണ്ട്. 1949 ആണ് 49 കേട്ടോ. 1949 में पटियाला में हुआ था. 1970 में वे भारतीय वायुसेना में कार्य करने लगे. अंतरिक्ष यात्रा के लिए जब उनका चुनाव किया गया तो वे बेंगलुरु में पायलट थे. अത്ര വരെ പറഞ്ഞുതരാം. ഭാരത് റൂസ് की मिलीजुली अंतरिक्ष उड़ान के लिए, ഭാരത് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലായത് അവർ തമ്മില് എന്താണ് ബഹിരാകാശത്തേക്ക് പറക്കാൻ വേണ്ടിയത് ശ്രീ രാകേഷ് ശർമ്മ. അതിന് റെഡിയായ രാകേഷ് ശർമ്മ ജനിച്ചത് 13 ജനുവരി 13 1949 ജനുവരി 13 പട്ടിയാലയിലായിരുന്നു. പട്ടിയാല എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു രാകേഷ് ശർമ്മ ജനിച്ചത്. മനസ്സിലായോ? രാകേഷ് ശർമ്മ എവിടെ ജനിച്ചത്?
ഏത് വർഷമാണ്? 1949 ജനുവരി 13. 1949 13 ജനുവരി 1949 പട്ടിയാല എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. 1970 എന്ന് പറഞ്ഞാല് 1970 वे भारतीय वायुसेना में कार्य करने लगे. अयाल इंडियन व्योमसेनയിലെ ജോലി ചെയ്യാൻ തുടങ്ങി. अंतरिक्ष यात्रा के लिए जब उनका चुनाव किया गया तो वे बेंगलुरु में पायलट थे. അത് വ്യോമയാൻ അത് ബഹിരാകാശത്തെ ആ യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഇയാള് പൈലറ്റ് ആയിരുന്നു. കേട്ടല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ്. 3 അപ്രിൽ 1900 ബാക്കി നിങ്ങൾ പറയാൻ കൊള്ളണം. 1984 എന്താ പറയല അറിയാ? അറിയില്ല. 80 80 81 81 82 82 83 83 84 84 അതൊന്നും പഠിച്ചെടുക്കാൻ കഴിയില്ല മിസ് ചെയ്യുന്നത് അല്ലേ ഷോണെ? 1984 में को राकेश शर्मा तथा उनका रूसी सहयोगी कमांडर यूरी मालिशेव तथा उड़ान के इंजीनियर गेन्नादी स्ट्रेकालोव के साथ बेकानूर के अंतरिक्ष स्टेशन पर पहुंचे. എന്നെ ചീത്ത വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അത്രയും ടഫായ വാക്കുകളാണ്. വായിക്കാൻ കിട്ടാത്തതിന് മിസ്സിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, മിസ്സിനെ ശടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ടഫാണ് കുറച്ച് വാക്കുകള്. അതായത് എന്താണ്? 3 अप्रैल 1984 को राकेश शर्मा तथा उनके रूसी सहयोगी कमांडर यूरी मालिशेव तथा उड़ान के इंजीनियर गेन्नादी स्ट्रेकालोव के साथ बेगानूर के अंतरिक्ष स्टेशन पर पहुंचे. 1984 ഏപ്രിൽ 3 രാകേഷ് ശർമ്മയും അതുപോലെ തന്നെ റഷ്യൻ കണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന കമാൻഡർ യൂറി മാലിഷേവും പിന്നെ അതുപോലെ ഇതിന്റെ എഞ്ചിനീയറായ ഗെന്നാദി സ്ട്രേകാലവും കൂടി ബേഗാനൂരിൽ നിന്ന് എന്താണ് വ്യോമയാത്രയ്ക്ക് അത് ബഹിരാകാശത്തെ യാത്രയ്ക്കുള്ള റെഡി ആയിട്ട് നിന്നു. അവരെന്തിന്റെ എന്താ ചെയ്തത്? और 50 फीट ऊंची मीनार के ऊपर गड़े रूसी अंतरिक्ष यान सोयूज എന്നാണ് കൊടുത്തത്. सोयूज ജനടി കുത്തുണ്ടാവും. सोयूज 11 में सवार हुए. അങ്ങനെ 50 അടി ഉയരത്തില് മീനാറിന്റെ മുകളിൽ നിന്ന് ഇവരെന്ത് ചെയ്ത് ഇവരുടെ സോയിസ് 11 എന്നുള്ള ബഹിരാകാശത്തേക്കുള്ള പേടകം പുറപ്പെട്ടു. എപ്പോഴാണ്? 1984 ഏപ്രിൽ 3. ആരൊക്കെ ഉണ്ടെന്നുള്ള പേരാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. സോയൂസ് എന്നാണ് വായിക്കേണ്ടത്. സോയൂസ് അല്ല, സോയൂസ്. നെക്സ്റ്റ് 10 9 8 7 6 5 4 3 out. എന്താ അത്? നമ്മ 1 2 3 4 5 6 7 8 എണ്ണുന്നില്ലേ? ആ അത് എണ്ണസംഖ്യയാണല്ലേ. 10 10 9 8 അതായത് താഴോട്ടാണ് അവർ എണ്ണുന്നത് അല്ലേ. 10 9 9 8 8 7 7 6 6 5 5 4 4 3 3 और एक करते ही यान अंतरिक्ष की ओर उड़ चला. അങ്ങനെ 2 3 അല്ല 3 2 1 എന്ന് പറയലും എന്താ അവർ ചെയ്തു? അവര് ആകാശത്തേക്ക് യാത്ര പുറപ്പെട്ടു. നമ്മൾ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞില്ലേ? അതേപോലെ उड़ान के समय भारतीय समय 6:38 हो रहे थे. നമ്മുടെ ഇന്ത്യൻ സമയം അവർ പറക്കുന്നതിന് മുന്നേ ഇന്ത്യൻ സമയം എത്രയായിരുന്നു? ഒരു 6 മണിക്ക് 38 മിനിറ്റ് സമയം ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇവർ യാത്ര തിരിച്ചത്. पृथ्वी की कक्षा में एक यान मात्र 10 मिनट में पहुंच गया. ഭൂമിയിൽ അതായത് ഇവിടുന്ന് 10 മിനിറ്റ് ദൈർഘ്യത്തിലാണ് അവർ എത്തിച്ചേർന്നത്.
इससे पहले भी 2 यान सोयूज T10 और सोयूज T7 घूम रहे थे. ഇതിനു മുന്നേ സോയൂജ് ടി എന്ന് പറഞ്ഞ പേടകവും സോയൂജ് T10 എന്നുള്ള നമ്പർ, അതുപോലെ സോയൂസ് T7 മുതലായൊക്കെ ഇറങ്ങിയിരുന്നു. സോയൂജ് T11 में पहला भारतीय अंतरिक्ष यात्री था. ഈ സോയൂസ് ടിയിലാണ് 11 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു യാത്രികൻ ഉണ്ടായിരുന്നത്. ആരാണ്? രാകേഷ് ശർമ്മ കേട്ടോ. സോയൂസ് T11 നമ്മുടെ ഇന്ത്യൻ യാത്രികൻ ഉണ്ടായിരുന്നത്. और एक हमारे लिए बहुत गौरव की बात थी. അപ്പൊ നമുക്കത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് അതൊരു ഗൗരവമുള്ള കാര്യമാണ്. ശ്രേയ കേൾക്കുന്നില്ലേ മോളെ? ശ്രേയക്ക് റേഞ്ച് പ്രോബ്ലം അല്ലല്ലേ? അപ്പോ നമുക്കത് അതായത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ആ സോയൂസ് T11 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു അല്ലെ, രാകേഷ് ശർമ്മ. और एक हमारे लिए बहुत गौरव की बात थी. पृथ्वी की कक्षा में लगभग 24 घंटे घूमने के बाद सोयूस T11 दोनों अंतरिक्ष यानों से जुड़ा. 24 മണിക്കൂർ ചുറ്റിക്കറങ്ങിയിട്ട് സോയൂസ് ടി അവിടെ എത്തിച്ചേർന്നു അല്ലെ. ബസ് फिर क्या था? പിന്നെന്താ ഉണ്ടായിരുന്നത്? तीनों यानों के यात्री आपस में हर्ष के साथ मिले. 3 പേടകത്തിൽ ഉണ്ടായിരുന്നവരും സന്തോഷത്തോടു കൂടി പരസ്പരം കണ്ടുമുട്ടി. अभी यह जुड़ा हुआ महान यान पृथ्वी की कक्षा में घूमता नई नई खोज पर निकल पड़ा. ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോഴേ അവിടെ എന്തൊക്കെയുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇറങ്ങിയിരുന്നത്. അല്ലാതെ അവർക്ക് ഭ്രാന്തായിട്ടൊന്നുമല്ല അല്ലെ. അവര് പുതിയ പുതിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും പഠിക്കാനുമായിരുന്നു, ഗവേഷണം നടത്താനുമായിരുന്നു പോയിരുന്നത്. श्री राकेश शर्मा को अंतरिक्ष में तत्कालीन प्रधानमंत्री श्रीमती इंदिरा गांधी ने बधाई संदेश भेजा. രാകേഷ് ശർമ്മക്ക് മുമ്പേ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി എന്തുണ്ടായിരുന്നു? അദ്ദേഹത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് കത്ത് എഴുതിയിരുന്നു. और पूछा, എന്നിട്ട് ചോദിച്ചു, हमारा भारत अंतरिक्ष से कैसा लगता है? നമ്മുടെ ഇന്ത്യ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നുള്ള ഒരു ചോദ്യവും ചോദിച്ചിരുന്നു. രാകേഷ് ജിനെ കഹ. അപ്പൊ രാകേഷ് ജി എന്താ മറുപടി പറഞ്ഞെന്നറിയോ? सारे जहां से अच्छा. सारे जहां से अच्छा കേട്ടിട്ടുണ്ടോ? എന്താണ് സാരേ ജഹാം സെ അച്ഛ? നമ്മൾ പാട്ട് പാടുന്നു അല്ലേ? സാരേ ജഹാം സെ അച്ഛ. മിസ് നാഷണൽ സോങ്. അതെ, നാഷണൽ സോങ് ആണ്. എന്താ അതിന്റെ മീനിങ് അറിയോ? സാരേ ജഹാം സെ അച്ഛ എല്ലാവരും നല്ല തന്നെയാണ്, മോശമൊന്നുമില്ല. സാരേ ജഹാം സെ, സാരേ മുഴുവൻ, എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയാണോ അതേപോലെ നല്ല തന്നെ, മോശമൊന്നുമില്ല, ആരും മോശക്കാരല്ല, എല്ലാം നല്ല തന്നെയാണ്. സാരേ ജഹാം സെ അച്ഛ. അപ്പൊ രാകേഷ് ശർമ്മ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത മറുപടിയാണ്. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് മറുപടി കൊടുത്തപ്പോൾ എന്താണ് പറഞ്ഞത്? സാരേ ജഹാം സെ അച്ഛ. इस प्रकार अंतरिक्ष के अनेक चित्र व अनेक खोजें करते हुए ये अंतरिक्ष यात्री 11 अप्रैल 1984 को सायंकाल 4:19 पर अगालिक नामक स्थान पर कुशलतापूर्वक उतर आए. അങ്ങനെ ഇവർ രാകേഷ് ജി അവരുടെ കൂട്ടുകാരും ചേർന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഠിച്ച് ഗവേഷണം നടത്തി. അതിനുശേഷം അവർ 1984 ഏപ്രിൽ 11 വൈകുന്നേരം 4 മണിക്ക് 19 ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ അഗാലിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം തിരിച്ചിറങ്ങി. കേട്ടല്ലോ? ബഹിരാകാശത്തേക്ക് പോയ ഇതിന്റെ പേരെന്താണ്? सोयूस T11. भारत के इस प्रथम अंतरिक्ष यात्री को सोवियत संघ का सर्वोच्च सम्मान ऑर्डर ऑफ लेनिन सोवियत सरकार ने दिया और भारतवर्ष के सर्वोच्च सम्मान अशोक चक्र से इन्हें सम्मानित किया गया. इस प्रकार हमारा देश अंतरिक्ष यात्रा का सौभाग्यशाली 14वां देश बन गया. നിങ്ങൾക്ക് എല്ലാം കുറച്ച്
വിഷമുള്ള പാടാണെന്ന് തോന്നുന്നല്ലേ, ഒരു ദഹിക്കാൻ പറ്റാത്ത ഒരു പാടാന്ന് തോന്നുന്നു അല്ലെ, ഇഷ്ടമില്ലാത്തൊരു പാഠം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മടുപ്പ് വരുന്നത് അല്ലേ? മിസ്സിന് തോന്നുന്നുണ്ട്, കാരണം മിസ്സിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല, ചെറിയ കുട്ടികൾ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ, കുറച്ച് ടഫായ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുത്താലേ പറ്റൂ മക്കളെ, നിങ്ങൾക്കുള്ള ലെസൺ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് മിസ് എന്ത് ഹെൽപ്പ് വേണം ചെയ്തുതരാം, നിങ്ങൾക്ക് ആവും പോലെ അതൊന്ന് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറഞ്ഞത്, ഈ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് ആര്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സർവോച്ച സമ്മാൻ, ഓർഡർ ഓഫ് ലെനിൻ സോവിയറ്റ് സർക്കാരിന്റെ അവർ നൽകിയിരുന്നു. പിന്നെ സോവിയറ്റ് യൂണിയൻ, പിന്നെ നമ്മുടെ സർവോച്ച സമ്മാൻ അശോക ചക്രം ലഭിച്ചിട്ടുണ്ട്. പിന്നെയോ ഇനി ഇസ് പ്രകാർ ഹമാര ദേശ് അന്തരീക്ഷ യാത്രക്കാ സൗഭാഗ്യശാലി 14വാം ദേശ് ബൻ ഗയ. അതായത് അന്തരീക്ഷ യാത്ര ബഹിരാകാശത്തേക്ക് പോയ നമ്മുടെ രാജ്യം എത്രാമത്തെ സ്ഥാനത്തായിരുന്നു അറിയോ? 14വാം ദേശ് ബൻ ഗയ. 14 എന്ന് പറഞ്ഞാൽ 14ാമത്തെ രാജ്യം എന്ന റെക്കോർഡ് നമുക്ക് ലഭിച്ചിരുന്നു ഇന്ത്യക്ക്. ലോകത്ത് വെച്ച് നോക്കിയാൽ അദ്ദേഹം 138ാമത്തെ സഞ്ചാരിയായിരുന്നു രാകേഷ് ശർമ്മ. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞത് എത്രാമത്തെയാണ്? 14ാമത്തെ രാജ്യം എന്ന ബഹുമതി നമുക്ക് ഇന്ത്യക്ക് ലഭിച്ചത് രാകേഷ് ശർമ്മ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ആ ലെസണിൽ പഠിക്കാനുള്ളത്. മനസ്സിലായില്ലോ മക്കളേത്? കുറച്ച് കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ആദ്യത്തെ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ് രാകേഷ് ശർമ്മ. പിന്നെ അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ പോയി എന്നുള്ളതാണ് നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അതിൽ ക്വസ്റ്റ്യൻ ആൻസറിൽ ഉണ്ടോ കട്ടെ അത്? അതിൽ പേരെഴുതാനുണ്ട് കേട്ടോ. അവരുടെ കൂടെ പോയ 2 സഹയോഗികളുടെ പേരെഴുതാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ പേര് സ്ലേറ്റ് എഴുതിയെങ്കിൽ എഴുതി പഠിച്ചോ, വേറെ വഴിയില്ല. കാരണം പിന്നെ എന്താ പറയണ്ടേ, അതിൽ ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക്. അതിൽ പഠിക്കാനുണ്ട്. 2 യാത്രികരുടെ പേരെങ്കിലും ഒരുമിച്ച് എഴുതാനുണ്ട്. അപ്പൊ നിങ്ങള് സഹയോഗി കമാൻഡർ യൂരി മാലിഷേവ് അത് പഠിച്ചു നോക്കുക. പിന്നെ ഗന്നാദി സ്ത്രഗാലോവ. സംസ്കൃതം ശ്ലോകം ചൊല്ലുന്നത് പോലെ ഉണ്ടല്ലേ. അത് ഏകദേശം കുറച്ച് മനസ്സിലായിട്ടുണ്ടാവില്ല ലെസൺ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേക്കണേ. അത് നോക്കാം. നെക്സ്റ്റ് പേജ്, വേർഡ് മീനിങ്, ശബ്ദാർത്ഥം. ഇപ്പൊ ഷോണിനെ കാണില്ലോ, ഇവിടെ ഒരു ശാപാണെന്ന് തോന്നുന്നു കേട്ടോ ഈ 7ാം ക്ലാസ്സിന് കുറച്ചാളെ കാണുമ്പോ ഷോണിന് നെറ്റ് ഉണ്ടാവില്ല. ആരും ഇല്ലെങ്കിൽ ഷോൺ എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു ശാപം പോലെ. കാരണം നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരുമിച്ചിരിക്കുമ്പോ നെറ്റിന് എന്തോ ഒരു കുശുമ്പ് പോലെ തോന്നുന്നു എനിക്ക്. അപ്പൊ ആരെയും കട്ടാവും. ഒന്നുകിൽ ദിയ, അല്ലെങ്കിൽ ആൻമരിയ, അല്ലെങ്കിൽ ഫെയ്ത്ത് പോവും. ആരും ഇല്ലെങ്കിൽ ഫെയ്ത്ത് അങ്ങ് പോവും, കട്ടായി പോവും. അപ്പൊ ഇവിടെ ഇപ്പൊ ശ്രേയ വീഡിയോ ഓൺ ചെയ്തിട്ടാണെന്നില്ല, റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട് നെറ്റിന്റെ. ഷോണിനെ കാണുന്നില്ല. ഓക്കെ, നോക്കുക വേർഡ് മീനിങ്. അന്തരീക്ഷ ഉഡാൻ കണ്ടല്ലോ, അന്തരീക്ഷ ഉഡാൻ, സ്പേസ് ട്രാവൽ, अंतरिक्ष यान, स्पेस शिप, पृथ्वी की कक्षा, ऑर्बिट ऑफ अर्थ. കണ്ടല്ലോ, കുറച്ച് വാക്കുകൾ എത്രണ്ണം? ഒരു 10-12 വേർഡ്സുകളേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതണം. വേർഡ് മീനിങ് കേട്ടോ, ശബ്ദാർത്ഥ വേർഡ് മീനിങ് നിങ്ങൾ എഴുതണം. നിങ്ങൾ ചെറിയ കുട്ടികളല്ല, കുറച്ച് വലിയ കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് അത് എഴുതുമല്ലോ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഓക്കെ അല്ലേ? നിമ്നലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയെ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാകേഷ് ശർമ്മ का जन्म कब और कहां हुआ था? രാകേഷ് ശർമ്മയുടെ ജനനം എപ്പോഴായിരുന്നു, എവിടെയായിരുന്നു? ഫസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈൻ അടയാളപ്പെടുത്തണേ. ഫസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈൻ, ശ്രീ രാകേഷ് ശർമ്മ का जन्म നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല്
13 जनवरी അല്ലേ? നിങ്ങൾ അങ്ങനല്ലേ പറയല്ലേ? 13 जनवरी 1949 में पटियाला में हुआ था श्री राकेश शर्मा का जन्म. നിങ്ങൾ മാർക്ക് ചെയ്തോ? ഫസ്റ്റിന്റെ ആൻസർ മാർക്ക് ചെയ്തോ? പട്ടിയാല മേ ഹുവാ ഥാ വരെ ബ്രാക്കറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ എവിടെയാണ് എപ്പോഴായിരുന്നു എന്നുള്ളതിന്റെ ആൻസർ വരുമോ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഉൻകെ അന്യ ദോ സഹയോഗിയോ കെ നാം ലിഖിയേ. അദ്ദേഹത്തിന് കൂടെ പോയ മറ്റു 2 സഹപ്രവർത്തകരുടെ പേര് എഴുതുക. സഹയോഗി, സഹപ്രവർത്തകര്. സെക്കൻഡ് പാരഗ്രാഫിൽ ഉൻകെ രൂസി സഹയോഗി, അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പേര് മാത്രം എഴുതിയാൽ മതി, ഔർ ചേർത്തിട്ട് എഴുതിയാൽ മതി. കമാൻഡർ യൂരി മാലിഷേവ്. കണ്ടോ നിങ്ങൾ? സെക്കൻഡ് പാരഗ്രാഫിൽ രണ്ടാമത്തെ ലൈനിലതാ സെക്കൻഡ് ലൈൻ, കമാൻഡർ യൂരി മാലിഷേവ് തഥാ ഉഡാൻ കെ എഞ്ചിനീയർ ഗന്നാദി സ്ത്രേകാലോവ്. അത്ര എഴുതിയാൽ മതി, പേര് മാത്രം എഴുതി വെച്ചാൽ മതി. കുറച്ച് പണിയുണ്ട് പഠിക്കാനേ, എഴുതി പഠിക്കണം. കമാൻഡർ യൂറി മാലിഷേവ് തഥാ ഉഡാൻ കെ എഞ്ചിനീയർ ഗന്നാദി സ്ത്രേകാലോവ്, രണ്ടാളുടെ പേര് കേട്ടോ. അൻമരി അടയാളപ്പെടുത്തിയ മോളെ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ദിയ റെഡി അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് മനസ്സിലായോ? थर्ड क्वेश्चन, अंतरिक्ष में घूमने वाले तीनों यानों के नाम लिखिए. അന്തരീക്ഷത്തിലേക്ക് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത 3 പേടകങ്ങളുടെ പേര് ഏതൊക്കെയുണ്ട്? സോയൂസ് T-10, സോയൂസ് T-7, സോയൂസ് T-11. അത് 3 എഴുതണം കേട്ടോ. സോയൂസ് T-10, സോയൂസ് T-7, സോയൂസ് T-11, സോയൂസ് T-10, സോയൂസ് T-7, സോയൂസ് T-11. അത് 3 എഴുതിയാൽ മതി. 3 ബഹിരാകാശത്തേക്ക് പോയ 3 പേടകങ്ങളുടെ പേര് കോമേറ്റിൽ എഴുതാം 3 കേട്ടോ. നെക്സ്റ്റ്, രാകേഷ് ജി ने अंतरिक्ष से इंदिरा गांधी को क्या कहा था. രാകേഷ് ജി ബഹിരാകാശത്തേക്ക് പോയ ആ യാത്രയെ കുറിച്ച് ഇന്ദിരാഗാന്ധിയോട് എന്താണ് മറുപടി പറഞ്ഞത്? സാരേ ജഹാം സേ അച്ഛ അല്ലേ? സെക്കൻഡ് പാരഗ്രാഫിൽ ലാസ്റ്റ് വരുന്ന ഭാഗത്ത്, ലാസ്റ്റ് മുകളിലോട്ട് എണ്ണിയാൽ 3ാമത്തെ സെന്റൻസ്, സാരേ ജഹാം സേ അച്ഛ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാരേ ഷോൺ റെഡിയായോ? ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയി. അതന്നെ ഞാൻ പറഞ്ഞത്, 7ാം ക്ലാസ്സിൽ ശാപമോക്ഷം എന്തോ ഉണ്ട്, ശാപമുണ്ട്. കാരണം ആരെങ്കിലും എല്ലാവരും വന്നപ്പോൾ ഷോൺ ഉണ്ടാവില്ല. ഷോൺ ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളവരുണ്ടാവില്ല. കൃത്യമായി എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റില്ല. ഇപ്പതാ ഷോൺ വന്നു, ശ്രേയും ദിയും പോയി. ഇത്രയും ദിയ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു നെറ്റുകാർക്ക് എന്തോ ഒരു കുശുമ്പ് പോലെ നിങ്ങൾ എല്ലാവരും ഓൺലൈനിൽ കാണുമ്പോ. ഓക്കെ, അപ്പൊ എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? സാരേ ജഹാം സേ അച്ഛ. ഷോണിന് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ മനെ? യൂട്യൂബ് ക്ലാസ് കൂട്ടിക്കൊള്ളാം. ഓക്കെ. അതിലെ 5ാമത്തെ ആൻസർ, ഏ യാത്രി വാപ്പസ് കബ് ലൗട്ടെ. ഈ യാത്രക്കാരെ എവിടെ പോയി? ഈ യാത്രക്കാര് എപ്പോഴാണ് തിരിച്ചു വന്നത്? എപ്പോഴാണ്? സെക്കൻഡ് പാരഗ്രാഫിൽ ലാസ്റ്റ് ഭാഗം, ഇപ്പൊ പറഞ്ഞ സാരേ ജഹാം സേ അച്ഛ എന്നതിന്റെ ലാസ്റ്റ് ഭാഗം. 11 11 അപ്രിൽ 1984 കോ സായം മിനിറ്റ് പർ. കണ്ടോ? 11 അപ്രിൽ 11 ഏപ്രിൽ 1984 വൈകുന്നേരം 4 മണിക്ക് 19 മിനിറ്റ് നേരത്തെയാണ് അവർ തിരിച്ചെത്തുന്നത്. മിനിറ്റ് പാറിന് വരെയുള്ളത് ആൻസർ ചെയ്ത് 5ാമത്തെ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ സെക്കൻഡ് വാക്യ ബനായിയെ മേക്ക് സെന്റൻസസ്. അത് ടെക്സ്റ്റ് നോക്കി ഒന്ന് എഴുതണേ. അശോക ചക്ര, ഓർഡർ ഓഫ് ലെനിൻ, സൗഭാഗ്യശാലി, അന്തരീക്ഷ. അത് നിങ്ങള്
ടെക്സ്റ്റ് വായിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതുക. പിന്നെ മൂന്നാമത്തെ निम्नलिखित शब्दों में से व्यक्तिवाचक और जातिवाचक शब्दों को अलग अलग करके लिखिए. താഴെ കൊടുത്തിരിക്കുന്ന കുറെ ശബ്ദങ്ങൾ വേർഡ്സുകൾ ഉണ്ട്. ആ ശബ്ദങ്ങളെ വാക്കുകളെ നിങ്ങൾ എന്തൊക്കെയാക്കി തിരിക്കണം? വ്യക്തിവാചക സംജ്ഞ, ജാതിവാചക സംജ്ഞ. അപ്പൊ വ്യക്തിവാചക സംജ്ഞയും ജാതിവാചക സംജ്ഞയാക്കി തിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം? അതിനു മുന്നേ വ്യക്തിവാചക സംജ്ഞ എന്താണ് എന്ത് മനസ്സിലാവണം, ജാതിവാചക സംജ്ഞ എന്താണ്. സംജ്ഞ എന്ന് പറഞ്ഞാൽ നൗണ്, സംജ്ഞ എന്നും പറയും, സംഖ്യ എന്നും പറയാറുണ്ട്. സംജ്ഞ എന്ന് പറഞ്ഞ നൗണ്, ഏത് വസ്തുക്കളുടെയും വ്യക്തികളുടെയും സ്ഥലത്തിന്റെ ഒക്കെ പേരിനെ പറഞ്ഞാണ് സംജ്ഞ, നൗണ്. അപ്പൊ ഇവിടെ വ്യക്തിവാചകം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പേര് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിവാചക സംജ്ഞയിലാ വരിക. വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് കുറച്ച് ഓർഡർ തന്നു, കുറച്ച് വാക്കുകൾ തന്നു. ഇപ്പൊ ഷോൺ, ഫെയ്ത്ത്, ബെഞ്ച്, കുർസി, അതുപോലെ പാടിയോട്ടുചാൽ, കൂടം, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ തന്നു നിൽക്കാം. അപ്പൊ അതിൽ വ്യക്തികളുടെ പേര് ഏതാണ്? ഫെയ്ത്ത്, ഷോണും ആണ് അല്ലേ? അല്ലേ? ആ അപ്പൊ ആ വ്യക്തിവാചക സംജ്ഞയ്ക്ക് നിങ്ങൾക്ക് ഉദാഹരണം നമ്മൾ നിങ്ങൾ ഏതെടുത്ത് വേണം? ഫെയ്ത്ത്, ഷോൺ എടുത്ത് വേണം. വ്യക്തികളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വ്യക്തിവാചക സംജ്ഞയിലാ വരിക. പിന്നെ ജാതിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം, ഒരു കൂട്ടമാണ് ജാതി. ഒരു ജാതിയുടെ, ഒരു പ്രത്യേകം ജാതിയുടെ പ്രത്യേകം കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞാണ് ജാതിവാചക സംജ്ഞ. ഭാരതം, ഭാരത് എന്ന് പറഞ്ഞാല് വ്യക്തിവാചകയിൽ പെടുവോ? അതേല പെടുക? ജാതിവാചകയില പെടുക. ഒരു ഇതാണല്ലേ, ഒരു കാര്യമാണ്. ദേശ്, അതുപോലെ പൃഥ്വി, ഭൂമി, ആകാശം, ഇതൊക്കെ എന്താണ്? ജാതിവാചക സംജ്ഞയാണ്. വ്യക്തികളുടെ പേര് മാത്രം വ്യക്തിവാചക സംജ്ഞയിലും പിന്നെ ബാക്കി വരുന്ന ഒരു കൂട്ടം, സമൂഹം, ഇതൊക്കെ വരുന്നത് ജാതിവാചക സംജ്ഞയാണ്. ഇപ്പൊ താഴെ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? രാകേഷ് ശർമ്മ, യൂറി മാലിഷേവ്, യാത്രി, ഭാരത്, ദേശ്, റൂസ്, ശ്രീമതി ഇന്ദിരാഗാന്ധി, പൃഥ്വി, ആകാശ്, പ്രധാനമന്ത്രി. വ്യക്തികളുടെ പേര് മാത്രമാണ് വ്യക്തിവാചക സംജ്ഞയിൽ. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് വ്യക്തിവാചക സംജ്ഞയിൽ പേര് കൊടുക്കാൻ പറ്റുക? മക്കളൊന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് വ്യക്തിവാചക സംജ്ഞയിൽ പറയാൻ പറ്റുന്നത്? ഉറക്കെ പറഞ്ഞേ. പറഞ്ഞോ. ആകാശ് വ്യക്തിവാചക സംജ്ഞയിൽ വേണേ, വ്യക്തിവാചക സംജ്ഞയിൽ വ്യക്തികളുടെ പേര് മാത്രം, വ്യക്തികളുടെ പേര് മാത്രം വരുന്ന ഏതൊക്കെ വാക്കുകളുണ്ടല്ലേ? രാകേഷ് ശർമ്മ, രാകേഷ് ശർമ്മ, വെരി ഗുഡ്. പിന്നെ യൂറി മാലിഷേവ്, പിന്നെ ഭാരത്, ഭാരത് വരില്ല. വ്യക്തികളുടെ പേര്, മനുഷ്യന്മാരുടെ പേര് മാത്രമാണ് വ്യക്തിവാചകം. ശ്രീമതി ഇന്ദിരാഗാന്ധി, ഇത്രയും മാത്രമാണ് അതിലുള്ളത് അല്ലെ? 3 വ്യക്തികളുടെ പേരാണ്. അത് വ്യക്തികളുടെ പേര് എന്ന് പറയാൻ മനസ്സിലായില്ലേ? മനുഷ്യന്മാരുടെ പേര്, ആളുകളുടെ പേര് പറഞ്ഞത് മാത്രം അത് വ്യക്തിവാചക സംജ്ഞ. അപ്പൊ ഇവിടെ 3 എണ്ണാണുള്ളത്. ഏതൊക്കെ? രാകേഷ് ശർമ്മ, യൂറി മാലിഷേവ്, യാത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇത് 3ഉമാണ് വ്യക്തിവാചക സംജ്ഞയ്ക്ക് ഉദാഹരണം. കേട്ടല്ലോ മക്കളെ? ക്ലിയർ ആയില്ലേ? അത് ഡൗട്ട് അടിക്കല്ലേ? വ്യക്തിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തികളുടെ പേര്, മനുഷ്യരുടെ വ്യക്തികളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വ്യക്തിവാചക സംജ്ഞ. അപ്പൊ ബാക്കി വരുന്നവ എല്ലാം ഏൽപ്പെടുത്താം ജാതിവാചക സംജ്ഞയിൽ. അപ്പൊ നിങ്ങൾ വ്യക്തിവാചക സംജ്ഞ എന്ന് എഴുതുക നോട്ടില്. എന്നിട്ട് വ്യക്തിവാചക സംജ്ഞയ്ക്ക് നേരെ രാകേഷ് ശർമ്മ, യൂറി മാലിഷേവ്, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് എഴുതുക. നെക്സ്റ്റ് ജാതിവാചക സംജ്ഞ എന്ന് എഴുതുക. അതിന് നേരെ ഏതൊക്കെ വരും? യാത്രി, ഭാരത്, ദേശ്, റൂസ്, പൃഥ്വി, ആകാശ്, പ്രധാനമന്ത്രി. ഇത്രയും എന്താണ്? ജാതിവാചക സംജ്ഞയ്ക്ക് നേരെ എഴുതുക. കേട്ടല്ലോ? ക്ലിയർ ആയില്ലേ? അതെ, വ്യക്തിവാചകം ജാതിവാചകം മനസ്സിലായില്ലേ? ഓക്കെ. नेक्स्ट, नीचे दिए गए वाक्यों के रिक्त स्थानों में उचित सर्वनाम लिखिए. സർവനാം ശബ്ദ ലിഖിയേ. താഴെ കൊടുക്കുന്ന ഫില്ലിന്റെ ബ്ലാങ്ക്സിൽ എന്താണ്? ഉചിതമായ സർവനാമം ചേർത്തിട്ട് പൂരിപ്പിക്കണം. സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. നൗണിന് പകരം ചേർക്കുന്നത്, സംജ്ഞക്ക് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. ഇപ്പൊ ഷോൺ എന്നുള്ള പേരിന് പകരം ഷോൺ പറയുമ്പോ ഞാൻ എന്ന് പറയുന്നില്ലേ?
ഞാൻ നെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എനിക്ക് കിട്ടാഞ്ഞത് അല്ലെ, ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാനുള്ള സർവനാമമാണ്. നമ്മള് ഇടയ്ക്ക് ചോദിക്കുന്ന കാണില്ലേ, അവൻ പോയി എന്ന് പറയാറുണ്ട് അല്ലെ, അവൻ ക്ലാസ്സിൽ നിന്ന് കട്ടായി പോയി, അവൻ എന്ന് പറയും അല്ലെ. അവൻ എന്നുള്ളത് സർവനാമമാണ്. അവൾ പോയി എന്ന് പറയും. ഇപ്പൊ ദിയനെ കാണുന്നില്ല, അവൾ പോയി അല്ലെ. അപ്പൊ നമ്മള് അവൾ എന്ന് ഉപയോഗിക്കും. ഇതൊക്കെയാണ് സർവനാമങ്ങൾ. അത് ഹിന്ദിയിൽ പറയുമ്പോ വഹ്, യഹ്, വേ, ഏ അങ്ങനെ വരുന്നത്. മേം, തും, ഹം എന്നൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഉചിതമായ സർവനാമമാണ് ചേർക്കേണ്ടത്. മിസ് പറഞ്ഞുതരാം. രാംനെ കഹാക്കി, രാമൻ പറയുന്നു എന്തെന്നാലേ, ഡേഷ് മേരാ ചോട്ടാ ഭായി ഹെ, ഇതെന്റെ അനുജനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്ന് വരുന്ന വാക്ക് വേണം. ഇത് എന്ന് പറഞ്ഞ എന്താണ്? യഹ്. യഹ് മേരാ ചോട്ടാ ഭായി ഹെ, യഹ് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. യഹ് മേരാ ചോട്ടാ ഭായി ഹെ. മനസ്സിലായോ? രണ്ടാമത്തത് മേ കൽ ഡേഷ് സാത് ബാസാർ ജാവുങ്ക. മേ കൽ ഞാൻ നാളെ. ഇത് കുറച്ച് ബ്രെയിൻ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമാണ് കേട്ടോ, പെട്ടെന്ന് കിട്ടില്ല, ചിന്തിച്ചെഴുതേണ്ടതാണ് ഇതിന്റെ ആൻസർ. മേം കൽ ഞാൻ നാളെ, ഡേഷ് സാത്ത് ഡേഷിന്റെ കൂടെ, ബാസാർ ജാവൂങ്ക ടൗണിൽ പോകും, ബസാറിൽ പോകും, പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, തുമാരെ പറ നിങ്ങളുടെ. ഞങ്ങളുടെ കൂടെ എന്നായിരിക്കുമോ നിങ്ങളുടെ കൂടെ എന്നായിരിക്കുമോ? തുമാരെ. തുമാരെ. ഓക്കെ, വെരി ഗുഡ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? തുമാരെ. ഞാൻ നാളെ നിങ്ങളുടെ കൂടെ ടൗണിൽ വരും, പോകും എന്നുള്ള അർത്ഥം അല്ലെ. അപ്പൊ അവിടെ എന്താണ് ചേർക്കേണ്ടത്? തുമാരെ. നെക്സ്റ്റ്, അത് നിങ്ങൾക്ക് വരുന്ന ഒരു ബോക്സ് ഞാൻ സ്കൂൾ എപ്പോഴായാലും തുറക്കില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് എങ്ങനെയാണെന്നല്ല, അതിന്റെ ഒക്കെ മീനിങ് ഒക്കെ പറഞ്ഞുതരാം. ഓൺലൈനിൽ ആയതുകൊണ്ട് ബോർഡിൽ എഴുതി കാണിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നെക്സ്റ്റ്, ആപി ഹം കബ് ആയി, താങ്കൾ എപ്പോൾ ഇവിടെ വന്നു? ആ ദേശ് കബ് മിലെ, എപ്പോ അവനെ കണ്ടു നോക്കൂലേ? താങ്കൾ എപ്പോഴാണ് ഇവിടെ വന്നത്, എപ്പോഴാണ് അവനെ കണ്ടതെന്ന് നോക്കൂലേ? ഉസുസേ ഉസുസെ. മുജുസെ എന്ന് പറഞ്ഞാൽ എന്നെ എന്നാണ് അർത്ഥം, എന്നോട് ആണ്. ഇവിടെ എന്താണ് ആൻസർ വേണ്ടത്? ഉസുസേ കബ് മിലെ. എപ്പോൾ അവനെ കണ്ടു. നെക്സ്റ്റ്, ലാസ്റ്റ്, ഘോഡ തേസ് ദൗഡ് രഹാ ഹെ, കുതിര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡേഷ് രുകോ, ജിസേ രുകോ, അതിനെ നിർത്തൂ അല്ലെ. ജിസേ അല്ല മോനെ, ഉസേ വരുക. അതിനേന്നാണ്. ജിസേന ഏതിനേന്നാണ് കേട്ടോ, ഉസേന്നാണ് അതിന്റെ ആൻസർ. ഉസേ ശരിയാക്കണേ. ഉസേ, അതിനെ നിർത്തൂ, അതിനെ തടയൂ എന്നാണ് അതിനർത്ഥം. ജിസേ ജിസേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ, ഏതവനാണോ അവൻ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദി ഡേറ്റ്സ്. ഓരോ ഡേറ്റും അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതിക്കോ. ശ്രീ രാകേഷ് ശർമ്മ കാ ജന്മ, രാകേഷ് ശർമ്മന്റെ ജന്മം, ജനിച്ച ഡേറ്റ് മാത്രം, ഡേറ്റ് അവിടെ എഴുതണ്ടോ? 13 ജാനുവരി. 13 ജനുവരി. തേരഹ് ജാനുവരി 1949 അല്ലേ, 1949. ഇനി ഭാരതീയ വായുസേന में कार्य प्रारंभ करने का वर्ष, അയാൾ ഇന്ത്യയിലെ വ്യോമസേനയില് ജോലി ചെയ്തിരുന്ന സമയം എപ്പോഴായിരുന്നു? ഏത് ഡേറ്റിനായിരുന്നു? 1970. 1970 ഡേറ്റ്, കൊല്ലം മാത്രമേ ഉള്ളൂ. 1970 1970. रूसी अंतरिक्ष यान की उड़ान 1984 ഏപ്രിൽ 3 അല്ലേ, 3 ഏപ്രിൽ 1984.
അത് അങ്ങോട്ടും കൂടി തിരിച്ചാൽ മതി. അദ്ദേഹത്തിന് ജനിച്ചത് വർഷം 1948 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ റഷ്യൻ അവരെ ബഹിരാകാശത്തേക്ക് പോയത് 1984 ആണ് കേട്ടോ. ഇനി രൂസി അന്തരീക്ഷയാൻ കി ഉഡാൻ കാ ഭാരതീയ സമയം, ഇന്ത്യൻ സമയം കൊടുത്തിട്ടില്ലേ? 6:38. 6:38 അല്ലേ? പിന്നെ രൂസി അന്തരീക്ഷയാൻ കി വാപ്പസി തിരിച്ചു വന്നത് എപ്പോഴായിരുന്നു? 11 ഏപ്രിൽ 1984 അല്ലേ? 3-ാം തീയതി ഏപ്രിലാണ് പോകുന്നത്, 11-ാം തീയതി ഏപ്രില് തിരിച്ചു വന്നു, 1984 തിരിച്ചു വന്നു അല്ലേ? ഇനി ശുദ്ധ തെറ്റ് തിരുത്താനും വേണ്ടിട്ടാണ്. അന്തരീക്ഷ അല്ലേ? കറക്റ്റ് ദി സ്പെല്ലിംഗ് വേർഡ്സ്. അന്തരീക്ഷ എന്നാ കൊടുത്തിട്ട് നമ്മൾ ഹിന്ദിയിൽ എഴുതുമ്പോ അന്തരീക്ഷ എന്നാണ്, മലയാളത്തിൽ എഴുതുമ്പോ അന്തരീക്ഷ, ഹിന്ദിയിൽ അന്തരീക്ഷ. അതുപോലെ ഭാരതീയ, ഭാരതീയ എന്ന് വരും, ഭാരതീയ. ശ്രീമതി, ശ്രീ അല്ല, അത് കഴിഞ്ഞ് 3 മണി മുതൽ അടുപ്പിച്ചു. ശ്രീമതി നൗ. സവാർ അല്ല സവാർ, സവാരി ചെയ്യും, സവാരി ഇല്ലില്ല ഒന്നും പഠിക്കണ്ട, സവാരി ചെയ്യുക. ആ ഒരു ബോർഡിൽ നിലത്ത് വീണാണ്. നെക്സ്റ്റ് വായുസേന, വായുസേന. യൂന്ന് വേണ്ട, വായു, യു ഹ്രസ്വമാക്കുക, വായുസേന. അതുപോലെ നെക്സ്റ്റ് പ്രഥ്യു എന്നല്ല പൃഥ്വി, പായന്റെ അടിയിൽ എറുന്നുള്ള ചിഹ്നം, പൃഥ്വി. ഗൗരവല്ല ഗൗരവ്, ഗൗരവത്തോടെ, ഗൗന്നക്ക, ഗൗരവ്. മിനാർ അല്ല മീനാർ. ഓക്കെ, നെക്സ്റ്റ് നിമ്നലിഖിത വാക്യോं को शुद्ध कीजिए. താഴെ കൊടുക്കുന്ന ഇപ്പൊ പറഞ്ഞത് ഒരു വേർഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അല്ലെ? ഇനി സെന്റൻസ് തന്നെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്, സെന്റൻസിൽ എന്തോ തെറ്റുണ്ട്. നമുക്ക് നോക്കാം എന്താണ് തെറ്റ്. നിങ്ങൾ പറഞ്ഞു തരില്ല എന്താണ് തെറ്റുന്നേ? സമയം പറയല്ലേ, അത് പറയാൻ സമയം കിട്ടില്ല അല്ലെ? ഇനിയൊരു ക്ലാസ് ഉണ്ട്, ശരിയാണ്. എന്നാൽ എനിക്ക് 1 മിനിറ്റ് എന്ന് പറഞ്ഞാല് വലിയ വിലയുള്ളതല്ലേ. അത് ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതി വെക്കണേ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേ